നമ്മൾ പവർ, അതോറിറ്റി, ലെജിറ്റിമസിനൊക്കെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പവറും അതോറിറ്റി, ലെജിറ്റിമസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു അതോറിറ്റി ലെജിറ്റിമേറ്റ് ആവുന്നത് അതിന് പവർ ഉള്ള സമയത്താണ്. അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക്, ഒരു പവർ ഉള്ള അതോറിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെജിറ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, സിവിൽ സൊസൈറ്റിയാണ്. സിവിൽ സൊസൈറ്റി ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ട് നോക്കിയാൽ മതി. മാക്സിമം ഞാൻ ക്ലാസ് എടുക്കാൻ നോക്കുകയാണ് ഓക്കെ, അതാകുമ്പോൾ നമുക്ക് അടുത്ത 2 ക്ലാസ്സും ഉണ്ട്, 2-3 ക്ലാസ്സും ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പൊ സിവിൽ സൊസൈറ്റിയുടെ മീനിങ് ഫസ്റ്റ് നോക്കാം. Civil society refers to the sphere of voluntary associations, organizations, movements, unions, media, religious groups, NGOs, clubs, and community organizations that exist between the individual and the state. It is neither the government nor the market, but a social space where citizens organize collectively to express interest, values, and demands. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിവിജ്വലിനും സ്റ്റേറ്റിനും ഇടയിലുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി കുറെ ഓർഗനൈസേഷൻസ് ആയിരിക്കാം. ഓക്കെ, കുറെ ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അസോസിയേഷൻസ് ആയിരിക്കാം. ഓക്കെ, ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അസോസിയേഷൻസ് ആയിരിക്കാം, മൂവ്മെന്റ്സ് ആയിരിക്കാം, യൂണിയൻസ് ആയിരിക്കാം, മീഡിയ, റിലീജിയസ് ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, ഈ പറയുന്ന ചെറിയ ക്ലബ്ബുകൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ തന്നെ. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകളും ആകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകളാകാം, എന്തെങ്കിലും ഏരിയ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളാകാം. പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് ഇൻഡിവിജ്വലിനും സ്റ്റേറ്റിനും ഇടയിൽ നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് എന്തല്ല, ഇത് മാർക്കറ്റ് അല്ല. ഓക്കെ, മാർക്കറ്റ് അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റ് ഫോഴ്സസ് അല്ല. ഓക്കെ, മാർക്കറ്റ് ഫോഴ്സസും അല്ല, മാർക്കറ്റും അല്ല. ഇൻഡിവിജ്വലിനും ഈ പറയുന്ന സ്റ്റേറ്റിനും ഇടയിലുള്ള ഒരു സ്പിയറിനെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിവിൽ സൊസൈറ്റിയിൽ നിന്നിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, നമ്മള് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, വാല്യൂസ്, ഡിമാൻഡ്സ്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ കുറെ ഐഡിയാസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്താണ്, നമ്മുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ്, ഇതെല്ലാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് ഈ പറഞ്ഞ സിവിൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻസിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ ഒക്കെ ആയിരിക്കും. ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ, നല്ലൊരു ശതമാനം ആൾക്കാർ എന്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, ഇപ്പൊ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക ക്യാമ്പസുകളിലും എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്താണ് ബാൻ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് പല ആൾക്കാരും എന്താകുന്നത്, ഈ ഐഡിയോളജിക്കൽ ഒരു സാധനം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇപ്പം ഈ ക്ലാസ് കേൾക്കുന്ന ചിലപ്പോൾ ആൾക്കാരാണെങ്കിൽ കൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ഒരു കുറച്ച് ഐഡിയ ഫോർമേഷൻ ഒക്കെ നടക്കുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ്, നമ്മൾ ചെറിയ വയസ്സിലെ തൊട്ട് ഇപ്പം നമ്മൾ ചിലപ്പം ചില ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന ചില പരിപാടികൾ ഉണ്ടാവും. ഈ സ്റ്റഡി സർക്കിൾ പോലത്തെ പരിപാടികൾ ഉണ്ടാവും. ഇപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ എന്താ കേരളത്തിലുണ്ട്. അപ്പം അവരെന്താണ് ഈ വർഷാവർഷം ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ സയന്റിഫിക് ടെമ്പർ കൂട്ടാനൊക്കെ. അപ്പൊ ഇവിടെ ഇത്തരം സിവിൽ സൊസൈറ്റിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഒരു ആസ് എ പൊളിറ്റിക്കൽ ബീൻ or ആസ് എ സോഷ്യൽ ആനിമൽ നമുക്ക് നമ്മുടെ കുറെ ഇൻട്രസ്റ്റ് ഫോർമുലേഷനും അല്ലെങ്കിൽ സൊസൈറ്റിനെ കുറിച്ചും ആൻഡ് ഹൗ ദിസ് സിസ്റ്റം വർക്ക്സ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, ഇതേ സിവിൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ട ഡിമാൻഡ്സും നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് അല്ല നമ്മൾ കൂടുതലും കൊടുക്കുക. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് വേറെ അല്ല, നമ്മൾ ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയിലെ ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡിമാൻഡ്സ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിന് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ സൊസൈറ്റിയിൽ ഈ പറയുന്ന അസോസിയേഷൻസ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിവിജ്വലും സ്റ്റേറ്റിനും ഇടയിൽ നിൽക്കുന്ന സ്പിയർ ആണ് സിവിൽ സൊസൈറ്റി. ഓക്കെ, മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ആർ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ, റിലീജിയസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻസ്. അതേ കണക്ക് തന്നെ പല ആൾക്കാർക്കും എന്താണ്, നമുക്കൊക്കെ എന്താണ് ഈ ക്രിസ്ത്യൻസിനാണെങ്കിൽ സൺഡേ സ്കൂൾ തൊട്ട് പരിപാടി ഉണ്ട്. ഓക്കെ, മുസ്ലിംസിനാണെങ്കിൽ എന്താണ് ഈ നമ്മുടെ ഈ മുസ്ലിം പള്ളികളിൽ എന്താണ് ഈ ഖുറാൻ എന്താണ് പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ട്. അതേ കണക്ക് തന്നെ എന്താണ് നമുക്ക് ഹിന്ദുക്കൾക്കാണെങ്കിലും ചെറിയ വയസ്സ് തൊട്ട് എന്താണ് ഈ പറയുന്ന രീതിയിൽ സാൻസ്ക്രിറ്റൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന റിലീജിയസ് ടെമ്പറും ആണെങ്കിലും എന്താണ് നമുക്ക് ഈ പറയുന്ന കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിലീജിയസ് അസോസിയേഷൻസ് കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതും ഈ പറയുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. പിന്നെ വുമൻസ് മൂവ്മെന്റ്സ്. ഓക്കെ, ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് മൂവ്മെന്റ്സ് എന്താണ് കേരളത്തിലും പുറത്തും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റ് ഗ്രൂപ്പ്സ്, ഇപ്പം ഓക്കെ മേധാ പട്കറിന്റെ ഒക്കെ പോലത്തെ എൻവയോൺമെന്റ് ഗ്രൂപ്പ്സ്, ഒരുപാട് സമരങ്ങൾ, ഗ്രൂപ്പ്സ് മാത്രമല്ല ഈ വുമൺ മൂവ്മെന്റ്സ് ആണെങ്കിലും വുമൺ സംഘടനകളാണെങ്കിലും എന്താണ് ഇതൊരു മൂവ്മെന്റ് ആയി മാറാറുണ്ട്. ഓക്കെ, ഈ മൂവ്മെന്റ് ആകുമ്പോഴാണ് ഈ പറയുന്ന ഡിമാൻഡ്സ് വരുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻവയോൺമെന്റ് ഗ്രൂപ്പ് അല്ല, അതൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് ലേറ്റർ ഫേസിലാണ് അതൊരു ഗ്രൂപ്പായി മാറുന്നത്. ഓക്കെ, അതൊരു മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറെ എക്സാമ്പിൾസ്. പിന്നെ NGOs, മീഡിയ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ. ഓക്കെ, മീഡിയ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്.
മേജർ പൊളിറ്റിക്കൽ തിയറീസ് ഓൺ സിവിൽ സൊസൈറ്റി എന്നാണ്. ക്ലാസിക്കൽ ലിബറൽ തിയറി, മെയിൻ തിങ്കേഴ്സ് ജോൺ ലോക്ക്, ആഡം ഫെർഗൂസൺ, അലക്സിസ് ഡി ടോക്വെൽ. Liberal views civil society as a sphere of individual freedom separate from the state. It protects liberty, private property and voluntary cooperation. അപ്പൊ നമുക്കെല്ലാം അറിയാവുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ലിബറലിസം ഒരുപാട് എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. ഓക്കെ, സെയിം ഐഡിയ ആണ്. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം, ഒരു കളക്റ്റീവ് സാധനത്തിന് പുറത്ത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഇൻഡിവിജ്വൽ റൈറ്റ്സിനും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കും ഒക്കെയാണ് ആര് കൊടുക്കുക? ലിബറൽ വ്യൂവില് സിവിൽ സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, civil society limits state power. Individuals from form associations freely. Voluntary organizations strengthen democracy. Okay. സിവിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് പവറിനെ ലിമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ലിബറലിന്റെ ഐഡിയ എന്താ? സ്റ്റേറ്റ് പവറിനെ ലിമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് പവറിനെ അക്കൗണ്ടബിൾ ആക്കി വെക്കുന്ന ഒരു സാധനമാണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഇൻഡിവിജ്വൽ ഫോംസ് അസോസിയേഷൻ ഫ്രീലി. അപ്പൊ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം? ഇന്ത്യ ആണെങ്കിൽ കൂടെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വരുന്ന ഈ പറഞ്ഞ എക്സ്ട്രീമിസം ഇല്ലാത്ത സംഘടനകൾ ഇന്ത്യക്കും നമുക്കും ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ഫോം അസോസിയേഷൻസ് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ഒരു സബ് റൈറ്റ് ആണ് റൈറ്റ് ഫോം അസോസിയേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ഫോം അസോസിയേഷൻസ് ഓർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പം എന്താണ്? ഇൻഡിവിജ്വൽസിന് അത് റൈറ്റ് ആണ്. പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ഡെമോക്രസി. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? ഡെമോക്രസി, ജനാധിപത്യ സമൂഹം എന്ന രീതിയിലും ഈ പറയുന്ന ആൾക്കാരുടെ കളക്റ്റീവ് വോയിസ് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. റൂൾ ഓഫ് ലോ ആൻഡ് റൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഈ റൂൾ ഓഫ് ലോ എന്താണ്? ഈ നിയമത്തിന്റെ വായിച്ചയും ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ലോക്സിന്റെ വ്യൂ ആണ്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ കോൺട്രാക്ട്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ തന്നെ ജോൺ ലോക്കിനെ കുറിച്ച് ഒരു 10-15 വട്ടം പറയാം. ഓക്കെ, അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഈ സിവിൽ സൊസൈറ്റിയുടെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ അലക്സിസ് ഡി ടോക്വെൽ ഉണ്ട്. അപ്പൊ പുള്ളി സ്റ്റഡി ഡെമോക്രസി ഇൻ അമേരിക്ക. പുള്ളിയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ കേട്ടോ, ഡെമോക്രസി ഇൻ അമേരിക്ക. അപ്പൊ അലക്സിസ് ഡി ടോക്വെലിയുടെ ഡെമോക്രസി ഇൻ അമേരിക്ക ആർഗ്യൂ ദാറ്റ് വോളണ്ടറി അസോസിയേഷൻ പ്രിവെന്റ് ടൈറണി, എൻകറേജ് പാർട്ടിസിപ്പേഷൻ, ക്രിയേറ്റ് ഡെമോക്രാറ്റിക് കൾച്ചർ. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്? ഈ പറയുന്ന വോളണ്ടറി അസോസിയേഷൻസ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അസോസിയേഷൻസ് ആയിക്കോട്ടെ, മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഒരു സ്റ്റേറ്റിന്റെ ടൈറനിയെ എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഈ പറഞ്ഞ ഇത് ആൾക്കാർ എന്താണ്? ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, ആൾക്കാർ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല? എന്തോ ആയിക്കോട്ടെ, വർക്കിംഗ് ക്ലാസ് ആയിക്കോട്ടെ, തൊഴിലാളികൾ ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, സാധാ ജനങ്ങളായിക്കോട്ടെ, ആൾക്കാർ ഓർഗനൈസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈറിനെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. കാരണം എന്താണ്? അവിടെ ഈ പറയുന്ന പബ്ലിക് സ്ഫിയർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാവും. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാവും. ആൾക്കാർ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്താണ്? ആ ഒരു സ്റ്റേറ്റിന്റെ ടൈറണി എന്ന് പറയുന്ന സംഭവം, സ്റ്റേറ്റിന്റെ ഏകാധിപത്യം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് പാടായിരിക്കും. ഓക്കെ, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞാണ്. ക്രിയേറ്റ് ഡെമോക്രാറ്റിക് കൾച്ചർ, അതും പറഞ്ഞാണ്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ബേസിക്കലി എന്താണ് ഈ സിവിൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കൺസിഡർ സിവിൽ അസോസിയേഷൻസ് ദ സ്കൂൾസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ സ്കൂളുകളായിട്ടാണ് സിവിൽ അസോസിയേഷൻസിനെ ആര് പറയുന്നത്? ഓക്കെ, അലക്സിസ് ഡി ടോക്വെലി പറയുന്നു. ഓക്കെ, പിന്നെ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്, ഞാൻ ഒരുപാട് വെച്ചായിരുന്നു. ഹെഗൽസ് തിയറി ഓഫ് സിവിൽ സൊസൈറ്റി. ഹെഗൽ. ഓക്കെ, ഹെഗൽ ഈ നമ്മള് മാർക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ മാർക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസും ആക്ച്വലി ഹെഗലിൽ നിന്നാണ് മാർക്സ് അല്ല, മാർക്സ്. ഓക്കെ, മാർക്സ് എന്താണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിലാവുന്നു. ഓക്കെ, ജോർജ് വിൽഹെം ഫ്രെഡറിക് ഹെഗൽ സോ സിവിൽ സൊസൈറ്റി ആസ് എ സ്പിയർ ബിറ്റ്വീൻ ഫാമിലി ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഹെഗൽ എന്താണ് പറഞ്ഞത്? സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിയിലും ഓക്കെ ഒരു കുടുംബത്തിന്റെയും സ്റ്റേറ്റിന്റെയും ഇടയിലുള്ള ആ ഒരു സ്പിയറിനെയാണ് ഹെഗൽ എന്ത് പറയുന്നത്? സിവിൽ സൊസൈറ്റി ആയിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് മെയിൻലി ദ സ്പിയർ ഓഫ് എക്കണോമിക് റിലേഷൻസ് ആൻഡ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ഹെഗൽ. അപ്പൊ പുള്ളി എന്താണ് പറയുന്നത്? എക്കണോമിക് റിലേഷൻസ്, ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് റിലേഷൻസ് ഊട്ടിയുറപ്പിക്കാനും അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പം ഒരു ഫാമിലിയുടെ എല്ലാ ഫാമിലികൾക്കും ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ചിലപ്പം ഒരു വേറൊരു തരത്തിലുള്ള അസോസിയേഷനുമായിട്ടായിരിക്കാം. ഓക്കെ, കുറച്ചും കൂടി ഈ പറഞ്ഞ എൻവയോൺമെന്റൽ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ടായിരിക്കാം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. വേറൊരു ആൾക്കാർക്ക് ഈ പറഞ്ഞ വുമൺ മൂവ്മെന്റ്സിനോടായിരിക്കാം. അപ്പം എന്താണ്? പ്രൈവറ്റ് ഇൻട്രസ്റ്റും ഈ പറയുന്ന എക്കണോമിക് റിലേഷൻസും കൂട്ടിയിറപ്പിക്കുന്ന ഒരു സ്പിയർ ആണ് സിവിൽ സൊസൈറ്റി എന്നാണ് ഹെഗൽ പറയുന്നത്. ഓക്കെ, അപ്പം സൊസൈറ്റി ഹാസ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഫാമിലി എന്താണ്? യൂണിറ്റി ആൻഡ് ഇമോഷൻ. ഓക്കെ, ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു ഇമോഷണൽ എൻറ്റിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, സിവിൽ സൊസൈറ്റി കോമ്പറ്റീഷൻ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്. സിവിൽ സൊസൈറ്റിയിൽ എന്താണ്? കുറെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. ഓക്കെ, കുറെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അവിടെ ഈ പറയുന്ന രീതിയിൽ ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് എന്തിന്റെ പുറത്താണ്? സെൽഫ് ഇൻട്രസ്റ്റിന്റെ പുറത്താണ്. ഓക്കെ, സ്റ്റേറ്റ് യൂണിവേഴ്സൽ എത്തിക്കൽ യൂണിറ്റി. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്ന പക്ഷെ എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു എത്തിക്കൽ യൂണിറ്റി, യൂണിവേഴ്സൽ എത്തിക്കൽ യൂണിറ്റിയാണ്. ഇൻഡിവിജ്വൽസ് പെർസ്യൂ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്, മാർക്കറ്റ് എക്കോണമി ഡോമിനേറ്റ്സ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇൻഡിവിജ്വൽസിന് എന്താണ്?
അവർക്ക് ഈ കളക്റ്റീവ് റൈറ്റ്സിനെക്കാട്ടി കൂടുതൽ താല്പര്യം എന്തിനോടാണ്? പ്രൈവറ്റ് ഇൻട്രസ്റ്റിനോടാണെന്നാണ് ഹെഗൽ പറയുന്നത്. മാർക്കറ്റ് എക്കോണമിയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ആണ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. കോർപ്പറേഷൻ അസോസിയേഷൻസ് മീഡിയേറ്റ് കോൺഫ്ലിക്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന് ഇടയിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണെങ്കിലും സ്റ്റേറ്റും ഇൻഡിവിജ്വൽസും തമ്മിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അത് മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന അസോസിയേഷൻസും ഓർഗനൈസേഷൻസും ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് ഇസ് സുപ്പീരിയർ ടു സിവിൽ സൊസൈറ്റി. പക്ഷെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? യൂണിവേഴ്സൽ എത്തിക്കൽ യൂണിറ്റി ആണ് സ്റ്റേറ്റ് എന്നാണ് ഹെഗൽ പറയുന്നത്. ഓക്കെ, സിവിൽ സൊസൈറ്റിനെ കാട്ടിയും സുപ്പീരിയർ എന്താണ്? സ്റ്റേറ്റ് തന്നെയാണ്. Okay, for Hegel, civil society alone cannot create harmony because people act selfishly. Therefore, the state must regulate and integrate society. അപ്പം എന്താണ്? ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് ഹെഗലിനുള്ളത് ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ഹ്യൂമൻ നേച്ചർ സെൽഫിഷ് ആണ് എന്നാണ് പറയുന്നത്. സത്യമായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് സൊസൈറ്റി? അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ സിവിൽ സൊസൈറ്റി എന്നതുകൊണ്ട് അല്ല, ആൾക്കാർ തമ്മിൽ അസോസിയേഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എന്തുണ്ടാവില്ല? സൊസൈറ്റിയിൽ ഹാർമണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് ഹെഗൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആര് വേണം? ഇതിനെല്ലാം സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ എന്ത് വേണം? സ്റ്റേറ്റ് വേണം എന്നാണ് ഹെഗൽ പറയുന്നത്. ഓക്കെ, പിന്നെ മാർക്സിസ്റ്റ് തിയറി ഓഫ് സിവിൽ സൊസൈറ്റി. ഓക്കെ, കാൾ മാർക്സ് viewed civil society as part of the bourgeois capitalist order. It reflects economic class relations and protect capitalist interests. അപ്പം നമുക്കെല്ലാം അറിയുന്ന പോലെ എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഹെഗലൊക്കെ പറഞ്ഞ എന്താണ്? എക്കണോമിക് റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് സിവിൽ സൊസൈറ്റി. നമ്മൾ എന്തൊക്കെ അസോസിയേഷൻ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഈ എക്കണോമിക് റിലേഷൻസ് നടക്കുന്ന, മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അസോസിയേഷൻ ആണ് സിവിൽ സൊസൈറ്റി. അപ്പൊ മാർക്സ് പറയുന്നത് ഈ പറയുന്ന ബൂർഷ്വാ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ ഫേവർ ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് സിവിൽ സൊസൈറ്റി എന്നാണ്. എന്താണ്? അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റുകളെ, ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിവിൽ സൊസൈറ്റി എന്നാണ് മാർക്സ് പറയുന്നത്. കാരണം സിവിൽ സൊസൈറ്റി is based on private property dominated by bourgeoisie. ഒക്കെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിൽ പെടുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഈ അസോസിയേഷൻസ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഓക്കെ, പബ്ലിക് സ്ഫിയറിലൊക്കെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ടു ക്യാപിറ്റലിസം ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റലിസം എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ്. relation with economic base. Civil society belongs to the superstructure created by the economic base. അപ്പം നമുക്കെല്ലാം അറിയാവുന്ന പോലെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്? ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ബേസ് എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ്. ഓക്കെ, ആ എക്കണോമിക് റിലേഷൻസ് ആണ്. അതായത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസും വർക്കിംഗ് ക്ലാസും തമ്മിലുള്ള റിലേഷൻ ആണ് ബേസ് എന്ന് പറയുന്നത്. അതായത് കുറെ പ്രൊഡക്ഷൻ നടക്കുന്നു, ഓക്കെ, സമൂഹത്തിന് വേണ്ട പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം എന്താണ്? ഈ ബേസിൽ നടക്കുന്നു. അപ്പൊ ഈ മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് നിയന്ത്രിക്കുന്ന ഈ മാർക്കറ്റ് ആണ് സൊസൈറ്റിയുടെ ബേസ്. ഓക്കെ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ഇതിന്റെ മുകളിൽ ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ എന്താണ് പറയുന്നത്? ഇതിന് അടിത്തറയും ഉപരിഘടന എന്നാണ് മലയാളത്തിൽ പറയുക. ഓക്കെ, ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്. ഈ സൂപ്പർ സ്ട്രക്ചറിലാണ് ഈ പറയുന്ന സ്റ്റേറ്റും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും സിവിൽ സൊസൈറ്റിയും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ സ്ട്രക്ചർ എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്? ഈ അടിത്തറയായിട്ടുള്ള ഈ എക്കണോമിക് സ്ട്രക്ചർ, അതായത് ഈ ക്യാപിറ്റലിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഈ എക്കണോമിക് സ്ട്രക്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റും സിവിൽ സൊസൈറ്റിയും എന്ന് പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും അസോസിയേഷൻസും വർക്ക് ചെയ്യുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് മാർക്സ് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഇല്ലാതായാൽ മാത്രമേ, ഓക്കെ, സ്റ്റേറ്റ് ഇല്ലാതാവുമ്പോൾ എന്തുണ്ടാവും? സിവിൽ സൊസൈറ്റിയും ഇല്ലാതാവും. ഓക്കെ, സ്റ്റേറ്റും ക്ലാസ്സും ഈ സിവിൽ സൊസൈറ്റി ഒക്കെ ഇല്ലാതാവുന്ന ടൈമിൽ മാത്രമേ എന്തുണ്ടാവൂ? കമ്മ്യൂണിസം ഉണ്ടാവൂ എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുമെന്ന് തോന്നുന്നു. സിമ്പിൾ ആണ് ഐഡിയ. യെസ്, ഓക്കെ, താങ്ക് യു. Class conflict exists within civil society. Okay, freedom in capitalism is unequal. Civil society reproduces capitalist ideology. ഓക്കെ, നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റിൽ എന്താണ്? ഇൻഇക്വാലിറ്റി ആണ്. ഓക്കെ, ഒരു ഫ്യൂ ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ മാത്രം ഈ പറയുന്ന രീതിയിൽ പരിപോഷിക്കുന്ന ഒരു ഐഡിയ ആണ് ക്യാപിറ്റലിസം. ഓക്കെ, സിവിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അന്റോണിയോ ഗ്രാംഷിയുടെ തിയറി ഓഫ് സിവിൽ സൊസൈറ്റി. അന്റോണിയോ ഗ്രാംഷി എന്താണ്? ഒരു നിയോ മാർക്സിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ മാർക്സിസത്തിന്റെയും നിയോ മാർക്സിസത്തിന്റെയും ഡിഫറൻസ് പഠിച്ചായിരുന്നു, ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കും, നോക്കുക. ഒരു നിയോ മാർക്സിസ്റ്റ് ആണ് അന്റോണിയോ ഗ്രാംഷി.
ആന്റോണിയോ ഗ്രാംഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റോണിയോ ഗ്രാംഷിയാണ് ഹെജിമണി എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര പ്രസിദ്ധനായ ഒരു ഐഡിയ ആണ്. നമ്മുടെ മുസോളിനി ഫാസിസ്റ്റ് പാർട്ടി തുടങ്ങിയ ഉടനെ ജയിലിൽ അടച്ച ഒരു വ്യക്തിയാണ് ആന്റോണിയോ ഗ്രാംഷി. കാരണം ആന്റോണിയോ ഗ്രാംഷി എന്താണ് ഒരു വളരെ ഡേഞ്ചറസ് ആയ ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണ്, അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് തിങ്കർ ആണ് എന്ന് മനസ്സിലാക്കി മുസോളിനി ഫാസിസം എന്ന് പറയുന്ന ഐഡിയ, അല്ലെങ്കിൽ ആ പറയുന്ന ഏകാധിപത്യ ഒരു സ്വച്ഛാധിപത്യ സംഭവം കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് ജയിലിൽ അടക്കുന്ന ഒരു വ്യക്തിയാണ് ആന്റോണിയോ ഗ്രാംഷി. പറ്റുകയാണെങ്കിൽ ആന്റോണിയോ ഗ്രാംഷിയുടെ പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കാം. Antonio Gramsci gave a new interpretation of civil society. He considered it a sphere of ideological and cultural struggle. പുള്ളി എന്താണ് ഒരു ഗ്രാംഷി is one who popularized the term civil society, right? ഗ്രാംഷിയുടെ സിവിൽ സൊസൈറ്റി പോപ്പുലർ ആണ്. ഓക്കെ, പിന്നെ ഹെഗലും സിവിൽ സൊസൈറ്റി, ഹെഗലാണ് ആന്റോണിയോ ഗ്രാംഷിക്ക് മുന്നേ സിവിൽ സൊസൈറ്റി, ഫാമിലി സിവിൽ സൊസൈറ്റി, ഡയലക്ടിക്സ് ആ ടോപ്പിക്കൊക്കെ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് പിന്നെ മാർക്സ് ആയാലും ആന്റോണിയോ ഗ്രാംഷി ഒക്കെ ആണെങ്കിൽ സിവിൽ സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ പറയുന്നത്. പിന്നെ ഈ ബെനഡിക്ട് ആൻഡേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബെസ്റ്റ് തിങ്കേഴ്സും ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഹെഗലിൽ നിന്നാണ് ഈ പറയുന്ന മാർക്സും ആന്റോണിയോ ഗ്രാംഷിയൊക്കെ കുറെ ഐഡിയ എടുത്തേക്കുന്നത്. ഓക്കെ, പക്ഷെ ഹെഗല് കുറച്ചും കൂടെ എന്താണ് ഈ ഡിവൈൻ കാര്യങ്ങളിലാണ് ഹെഗല് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹെഗല് കുറച്ച് ഡിവൈൻ സാധനങ്ങളിൽ കൊണ്ട് ചേർത്ത് വെക്കും. ഓക്കെ, അതായത് ഈ വർക്കിംഗ് ക്ലാസ് മെറ്റീരിയൽ പെർസ്പെക്റ്റീവ് അല്ല ഹെഗല് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹെഗൽ കുറച്ചും കൂടെ ഡിവൈൻ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയെ കുറിച്ച്, ഡയലക്ടിക്സിനെ കുറിച്ചെല്ലാം ആദ്യമേ പറഞ്ഞ വ്യക്തിയാണ് ഹെഗൽ. ഹെഗലിൽ നിന്നാണ് ലേറ്റർ ആയിട്ട് വന്ന മാർക്സിസ്റ്റുകൾ, നിയോ മാർക്സിസ്റ്റുകളെല്ലാം അതെ ഐഡിയലാണ്, ഹെഗൽ ഐഡിയലാണ്. ഓക്കെ, ലേറ്റർ ആയിട്ട് വന്ന മാർക്സിസ്റ്റുകൾ, നിയോ മാർക്സിസ്റ്റുകളെല്ലാം ഈ പറയുന്ന കുറെ ഐഡിയാസ് ഹെഗലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പുള്ളി എന്താണ് പറയുന്നത്, ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ സ്ട്രഗിൾ. ഓക്കെ, പറയുന്നത് കുറച്ച് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് കുറെ ഐഡിയോളജിക്കലും അല്ലെങ്കിൽ കൾച്ചറിന്റെ ബേസിലും ഐഡിയോളജിക്കലിന്റെ ബേസിലും ഒക്കെ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, അസോസിയേഷൻ തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ആണ് സിവിൽ സൊസൈറ്റി. ഓക്കെ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇസ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇസ് ഹെജിമണി. ഓക്കെ, ഹെജിമണി ആണ് പറയുന്ന ആരുടെ, ആന്റോണിയോ ഗ്രാംഷിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ, റൂൾ ത്രൂ കൺസെന്റ് റാദർ ദാൻ ഫോഴ്സ്. ഓക്കെ, റൂൾ ത്രൂ കൺസെന്റ് റാദർ ദാൻ ഫോഴ്സ്. കോപ്പി ചെയ്തപ്പോൾ ഓക്കെ, ഒന്നുമില്ല, ഇത്ര നോക്കിയാൽ കോപ്പി ചെയ്തപ്പോൾ മിസ്റ്റേക്ക്. Okay, rule through consent. The concept of hegemony was first propagated by George Sorel. അതിനെ കുറിച്ച് എനിക്കൊരു ധാരണക്കുറവുണ്ട്. പക്ഷെ ഹെജിമണിനെ കുറിച്ച് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്, ഈ പറയുന്ന ആന്റോണിയോ ഗ്രാംഷിയാണ്. ജോർജ് സോറലിനെ കുറിച്ച് പുള്ളി പറഞ്ഞ ഹെജിമണിയെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഓക്കെ, ഹെജിമണിയെ കുറിച്ച് പോപ്പുലറൈസ് ചെയ്തത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്, ഈ പറയുന്ന ഗ്രാംഷിയാണ്. കാരണം പുള്ളി ഇതിനകത്തൊരു ക്ലാസ് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു. ഓക്കെ, അതായത് റൂൾ ത്രൂ കൺസെന്റ് റാദർ ദാൻ ഫോഴ്സ്. അതായത് ഈ പറയുന്ന രീതിയിൽ അടിച്ചമർത്തലൊന്നും അല്ല, കൺസെന്റ് മുഖേന തന്നെ. ഓക്കെ, അതായത് ആൾക്കാർ ഒരു ഹെജിമോണിക്കൽ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ പുറത്തൊരു ആധിപത്യം കൊണ്ടുവരേണ്ടി ഒരു കൺസെന്റ് കൊടുക്കുകയാണ്, പീപ്പിൾ തന്നെ കൺസെന്റ് കൊടുക്കുകയാണ്. പക്ഷേ ഈ കൺസെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് സാധനമാണ്. ഓക്കെ, ആൾക്കാരുടെ ഒരു സൈക്കോളജിക്കലി സോഷ്യലി കൺസ്ട്രക്റ്റഡ് സാധനമാണ് ഹെജിമണി എന്ന്, അല്ലെങ്കിൽ ഈ കൺസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റൂളിംഗ് ക്ലാസ് മെയിൻറ്റെയിൻസ് പവർ നോട്ട് ഓൺലി ത്രൂ കോഷൻ ബട്ട് ബൈ ഗെയിനിങ് കൺസെന്റ് ത്രൂ. ഓക്കെ, റൂളിംഗ് ക്ലാസ് എന്ത് ചെയ്യുന്നു, വില്ലിംഗ്നെസ്. കറക്റ്റ്, വില്ലിംഗ്നെസ് എങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ കോവേഷനോ അഗ്രസീവ് മെഷേഴ്സോ ഉപയോഗിച്ചിട്ടല്ല. ഓക്കെ, അല്ലാതെ ആൾക്കാരെ അടിച്ചമർത്തിയിട്ടോ പോലീസിനെ മിലിറ്ററിയെ കൊണ്ട് അടിച്ചമർത്തിയിട്ടൊന്നും അല്ല. ഈ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യലൈസ് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് നമ്മൾ ഈ പറയുന്ന കൺസേൺ കൊടുക്കും. ഓക്കെ, സ്കൂളിൽ നമ്മൾ കുറെ ഒബീഡിയൻസും കുറെ സിവിൽ ലോസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചേർച്ചസ് ആയിക്കോട്ടെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എന്ത് വരുന്നു, ഈ പറയുന്ന രീതിയിൽ നമ്മൾ കുറെ റൂൾസും സാധനങ്ങളും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അണ്ടറിലേക്ക് വരുന്നു. പിന്നെ മീഡിയ നമ്മുടെ ഒപ്പീനിയൻസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് മീഡിയ ഉപയോഗിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നു. പിന്നെ കൾച്ചർ, ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അല്ലെങ്കിൽ ഈ ഹെജിമണി എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിന്റെ ഹെജിമണിയെ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ ഒരു കൺസെന്റ് കൊടുക്കുകയാണ്, നമ്മൾ അറിയാതെ തന്നെ. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ കൺസെന്റ് ഫുള്ളി നിൽക്കുകയാണ്. Civil society spread dominant ideology. It can also become a site of resistance. Intellectuals plays a major role. Revolution requires cultural struggle. Okay, civil society spreads dominant ideology. Okay, അതായത് സിവിൽ സൊസൈറ്റിയിൽ നിന്ന് എന്താണ് ഒരു ഡോമിനന്റ് ഐഡിയോളജി വരാം. ഓക്കെ, അവിടെ ഐഡിയോളജി മാത്രം വരുന്ന, അല്ലെങ്കിൽ കൺസെൻഫുൾ ആയിട്ട് നിൽക്കുന്നത് മാത്രമല്ല, സിവിൽ സൊസൈറ്റിയിൽ തന്നെ എന്താവാം, ഒരു റെസിസ്റ്റൻസിന്റെ സൈറ്റും ആകാം എന്നാണ് പറയുന്നത്. ഓക്കെ,
അതായത് ഇപ്പം ക്ലാസ് ആയിക്കോട്ടെ, കൾച്ചറലി എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ് ഈ പറയുന്ന ഹെജിമണി ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, നമ്മൾ കൺസെന്റ് ഫുള്ളി കൊടുക്കുന്ന ഹെജിമണി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് നമ്മളെ ഈ പറയുന്ന രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഒപ്രസ് ചെയ്യാനോ റിപ്രസീവ് മെഷേഴ്സുമായിട്ട് വന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിവിൽ സൊസൈറ്റി ഒരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഇന്റലക്ച്വൽസ് പ്ലേ മേജർ റോൾ. അതായത് ഈ പറയുന്ന രീതിയിൽ ഏത് റെവല്യൂഷൻ ആയാലും എടുത്തോളം, റെസിഡൻസ് ആയിട്ട് എടുത്തോളം, ഇന്റലക്ച്വൽസ് ഇസ് മോർ ക്ലോസസ് ടു അൽത്യൂസ് ഐഡിയ ഓഫ് ഐഡിയോളജി സ്റ്റേറ്റ് അപ്പാരറ്റസ്. അൽത്യൂസിന്റെ ഐഡിയ ഓക്കെ, അത് കുറച്ചും കൂടെ ക്ലോസ്ഡ് ആണ്. അൽത്യൂസറിന്റെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസുമായിട്ട് അതെ, കുറച്ചും കൂടെ ക്ലോസ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ എന്താണ് ഇന്റലക്ച്വൽസ് പ്ലേ മേജർ റോൾ. ഓക്കെ, ഇന്റലക്ച്വൽ പ്ലേ മേജർ റോൾ. അപ്പൊ നമ്മൾ പറഞ്ഞ ഏത് തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് സ്ട്രഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇന്റലക്ച്വൽസിന് വലിയ റോൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഒക്ടോബർ റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒക്ടോബർ റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ച എന്താണ് ഒരു ഇന്റലക്ച്വൽ ആണ് ലെനിൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ലെനിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അതാണെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻസിലും എന്താണ് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ ഇന്റലക്ച്വൽസിന് വലിയ റോൾ ഉണ്ട്. ഓക്കെ, അപ്പം അത് വലിയൊരു പോയിന്റ് ആണ്. പിന്നെയാണ് ഈ പറയുന്നത് റെവല്യൂഷൻ റിക്വയർ കൾച്ചറൽ സ്ട്രഗിൾ. റെവല്യൂഷൻ റിക്വയർ കൾച്ചറൽ സ്ട്രഗിൾ എന്ന ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന നമ്മൾ എപ്പോഴും സിസ്റ്റത്തിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം കുറെ ലോസും കുറെ ഐഡിയാസും ഒക്കെ വെച്ചിട്ട് എന്താണ് ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു കൾച്ചർ ഉണ്ട്. ഓക്കെ, സൊസൈറ്റി നിലനിന്ന് ഒരു കൾച്ചർ ഉണ്ട്. കുറെ നോംസും വാല്യൂസും ഐഡിയാസും ഒക്കെ നിലനിന്ന് പോകുന്ന, അല്ല കാലാകാലങ്ങളായുള്ള നോംസും ഐഡിയാസും വാല്യൂസും ഒക്കെ നിലനിന്ന് കൾച്ചർ സാധനം സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പം ഈ പറയുന്ന കൾച്ചറൽ സാധനത്തിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ റെവല്യൂഷൻ കൊണ്ട് കാര്യം. ഓക്കെ, ഒരു കൾച്ചറൽ സ്ട്രഗിൾ, ഈ ക്ലാസ് സ്ട്രഗിളിന്റെ പുറത്ത്, ഓക്കെ, ക്ലാസ് സ്ട്രഗിളും വേണം. ഓക്കെ, നമ്മുടെ കാരണം ഞാൻ പറഞ്ഞല്ലോ നിയോ മാർക്സിസ്റ്റ് ആണ്, ഈ പറയുന്ന എക്കണോമിക് ബേസിസിൽ മാത്രം കാണുന്ന ആളല്ല ആരും അന്റോണിയോ ഗ്രാംഷി. അപ്പൊ എന്താണ് ക്ലാസ് സ്ട്രഗിൾ മാത്രം പോലെ, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ട്രഗിൾ മാത്രം ഉണ്ടായ പോലെ കൾച്ചറൽ സ്ട്രഗിൾ ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റിന്റെ ഉള്ളിൽ കാലാകാലങ്ങളെ വെച്ച് പുറത്ത് കുറെ നോംസും ഐഡിയാസും ഒക്കെ എടുത്ത് കളയണം എന്നാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ അന്റോണിയോ ഗ്രാംഷിയും പറഞ്ഞു വരുന്നത്. ഈ അൽത്യൂസറിന്റെ ഐഡിയ ഓഫ് ഐഡിയോളജി സ്റ്റേറ്റ് അപ്പാരറ്റസിൽ അൽത്യൂസർ പറയുന്നത് എന്താണ്, ഈ പറയുന്ന സ്കൂളും മീഡിയയും സാധനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ രീതിയിലാണ് അൽത്യൂസർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഐഡിയോളജി സ്റ്റേറ്റ് അപ്പാരറ്റസിൽ. അപ്പം ഈ ഇതേ കാര്യം തന്നെയാണ് ഏകദേശം അന്റോണിയോ ഗ്രാംഷിയും പറയുന്നത്. ഓക്കെ, കാരണം ഇവരെല്ലാം വരുന്ന ഒരേ സ്കൂളിന്റെ അണ്ടറിലാണ്. അന്റോണിയോ ഗ്രാംഷി ആയിക്കോട്ടെ, ഇവരെല്ലാം കുറച്ച് ലെഫ്റ്റ് ലീനിങ് ആയിട്ട് കാര്യങ്ങളെ സമീപിച്ച ആൾക്കാരാണ് ഈ അൽത്യൂസറും നോം ചോംസ്കിയും ആര് ഈ പറയുന്ന അന്റോണിയോ ഗ്രാംഷി ഒക്കെ. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. അൽത്യൂസറും പറയുന്ന അന്റോണിയോ ഗ്രാംഷി പറയുന്ന എല്ലാം ഒന്നാണ്. അതായത് സ്റ്റേറ്റ് ഈ പറയുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയിലൂടെയാണ് ഈ പറയുന്ന ഹെജിമണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഹെജിമണി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് എന്തിന്റെ സൈഡാണ്? സ്റ്റേറ്റ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഒരു ആയുധമാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമാണ് എന്നാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത്. അൽത്യൂസർ പറഞ്ഞ ഐഡിയ ആണെങ്കിലും ഇവർ പറഞ്ഞ ഐഡിയ ആണെങ്കിലും എന്താണ് സിവിൽ സൊസൈറ്റിയിലുള്ള ഈ ചർച്ച പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്കൂൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റിനെ എങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കാം എന്നൊരു ഐഡിയ ആണ് നമുക്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഹെജിമണി എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നൊരു ഐഡിയയിലാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഗ്രാംഷി എക്സ്പാൻഡ് മാർക്സിസം ബിയോണ്ട് എക്കണോമിക്സ്. ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഒരു നിയോ മാർക്സിസ്റ്റ് ആണ്. ഓക്കെ, നിയോ മാർക്സിസത്തിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്കണോമിക് പെർസ്പെക്റ്റീവ് നിന്ന് എന്താണ് അവരൊന്ന് വ്യതിചലിച്ചിട്ട് എക്കണോമിക് പെർസ്പെക്റ്റീവ് മാത്രമല്ല, കാരണം ഈ പറയുന്ന കൾച്ചറലി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി ആയിട്ടുള്ള ഒരുപാട് ഐഡിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് എന്താണ് ഓപ്പറേഷന് കാരണം എന്നാണ് നിയോ മാർക്സിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇതൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് കൂടി ഇതിനകത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് നിയോ മാർക്സിസ്റ്റ് ചെയ്തത് ലൂയിസ് അൽത്തൂസർ വന്നല്ലോ, പിന്നെ ഹേബർമാസ് ഇപ്പൊ പറഞ്ഞുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് അപ്പാരറ്റസ് തന്നെ പറഞ്ഞു. Lewis Althusser argued that institutions like schools, media, religion, family, work as ideological state apparatus that maintain capitalism. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, എന്താണ് ലൂയിസ് ആൽത്തൂസർ പറഞ്ഞ പോലെ എന്താണ് ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന സംഭവം എന്താണ്
അതായത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഓക്കെ സിവിൽ സൊസൈറ്റി വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പറയുന്ന രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റിന് ഹെജിമണി കൊടുത്തുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതിന്റെ ഐഡിയ സ്റ്റേറ്റ് അപ്പാരറ്റസ് അൽത്യൂസറിന്റെ നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഹേബർമാസ് ആൻഡ് പബ്ലിക് സ്ഫിയർ. ഹേബർമാസ് ലിങ്ക് സിവിൽ സൊസൈറ്റി വിത്ത് പബ്ലിക് സ്ഫിയർ നമ്മൾ നേരത്തെ പഠിച്ചുള്ള ഒരു കാര്യമാണ്. പബ്ലിക് സ്ഫിയർ പബ്ലിക് ഇഷ്യൂസ് രാഷണലി. അപ്പം എന്താണ് ഹേബർമാസ് ആണ് പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് പബ്ലിക് ഇഷ്യൂസിനെ കുറിച്ച് ഈ പറയുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്താണ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെയാണ് പ്ലൂറലിസ്റ്റ് തിയറി വരുന്നത്. അതിനകത്ത് റോബർട്ട് ഡാലും ആർതർ ബെൻഗ്ലിയുമാണ് മെയിൻ പ്രൊപ്പോണൻസ്. സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് മെനി കോമ്പറ്റിംഗ് ഗ്രൂപ്പ്സ്. പ്ലൂറലിസ്റ്റ് തിയറിയെ കുറിച്ച് പറയുന്നതാണ്. അതായത് പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന കാര്യമല്ല, കുറെ ഗ്രൂപ്പുകളിലേക്ക് ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന കാര്യമാണ്. സൊസൈറ്റി ബാലൻസ് പവർ ത്രൂ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. സിവിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഈ ബാലൻസ് ഓഫ് പവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന പല പല ഗ്രൂപ്പുകളിൽ നിന്നും ഓർഗനൈസേഷൻസ് ആവാം, അസോസിയേറ്റ്സ് ആവാം, ഇവർ തമ്മിലുള്ള ആ സ്ട്രഗിളിലാണ് ബാലൻസ് ഓഫ് പവർ കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകത്തന്നെ കാര്യങ്ങൾ നമ്മൾ പ്ലൂറലിസത്തിനെ കുറിച്ചും മാർക്സിസത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതാണ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ടൈം കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെമിനിസ്റ്റ് തിയറി ഓഫ് സിവിൽ സൊസൈറ്റി. നിങ്ങൾ കോഡർ ക്ലാസ് കാണുമ്പോഴാണെങ്കിലും ഈ പോർഷൻ എത്തുമ്പോൾ നിങ്ങൾ മറ്റേ മുന്നോട്ട് അടിച്ചു വിടാനുള്ള ചാൻസ്, അത് ഞാൻ മനസ്സിലാക്കി ചെയ്യണം. Carol Pateman, Nancy Fraser, okay, feminist theory. Feminists criticize traditional theories for ignoring women and patriarchy. Feminists criticize traditional theories for ignoring women and patriarchy. Civil society is not gender neutral. Okay, many institutions reproduce patriarchy. Family itself can be a site of domination. Okay, എന്താണ് സിവിൽ സൊസൈറ്റി എന്താണ് ജെൻഡർ ന്യൂട്രൽ അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാലും മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പം ലോകത്തിലുള്ള എന്തിനെടുത്ത് നോക്കിയാലും ഓക്കെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലാസ് എടുത്ത് നോക്കിയാലും മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയിലുള്ള എല്ലാ അസോസിയേഷൻസ് ആയിക്കോട്ടെ, ഒരു ഒട്ടുമിക്ക അസോസിയേഷൻസ്, ഓക്കെ ഒരു മെജോറിറ്റി അസോസിയേഷൻസ്. അപ്പൊ ഇത് ജെൻഡർ ന്യൂട്രൽ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻ റീപ്രൊഡ്യൂസ് പാട്രിയാർക്കി. അപ്പൊ ഈ പറയുന്ന പല സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൽ ഡോമിനേറ്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത് പാട്രിയാർക്കിയെ വീണ്ടും സെയിം ദാറ്റ് വി ഡിസ്കസ് ഇൻ ഫെമിനിസ്റ്റ് തിയറീസ്. യെസ് ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഐഡിയാസ് അല്ല പൊളിറ്റിക്കൽ തിയറിയിലേക്ക് വരുമ്പോൾ കുറെ ഐഡിയാസ്, ഒട്ടുമിക്ക ഐഡിയാസ് ഈ പറയുന്നത് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ചെലന്തി പോലെയാണ്, ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ അതിനകത്തുനിന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ തന്നെ പഠിച്ച ഈ പൊളിറ്റിക്കൽ കൾച്ചറിൽ ഒരു കാര്യം വെച്ച് ഞാൻ പറഞ്ഞല്ലോ, അതായത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയ ഒരു കാര്യമല്ല, സ്റ്റാറ്റിക് ആയ ഒരു കാര്യമല്ല, ഡൈനാമിക് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ പല ഒപ്പീനിയൻസ് വരും, ഒരുപാട് ഡിസ്കഷൻസ് നടക്കും. ആ ഡിസ്കഷൻസിന്റെ പുറത്ത് പുതിയ ഐഡിയാസ് ഈ പറഞ്ഞത് റിജുവനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡയലക്ടിക്സ്, ബേസിക് ഡയലക്ടിക്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ വ്യത്യാസങ്ങളുടെ പുറത്ത് ഒരുപാട് ഒപ്പീനിയൻസ് വരും, കുറെ തിയറീസ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. Nancy Fraser argued for multiple publics and inclusion of marginalized voices. Okay, അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്താണ് മാർജിനലൈസ്ഡ് വോയിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ പബ്ലിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയിലേക്ക് മാത്രം ചുരുക്കാതെ ഇത് കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, പക്ഷെ കുറച്ച് നമുക്ക് ടേംസും കാര്യങ്ങളും ഒക്കെ നോക്കാം. കഴിഞ്ഞാൽ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. Identity politics refer to political ideas and movements based on the interest, experience and identities of social groups such as caste, class, gender, race, religious ethnicity, language and sexuality. അപ്പോൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാവുന്ന പോലെ ഒന്നെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയാസ് ആയിരിക്കാം. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, റേസ്, അതായത് എല്ലാ മനുഷ്യന്മാർക്കും ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം എന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാനൊരു മെയിലാണ്. ഓക്കെ, എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ്? ഞാൻ ഒരു മെയിലാണ്. ഓക്കെ, മെയിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ ആണ്. ഓക്കെ, ബൈ പേപ്പർ ഞാൻ ക്രിസ്ത്യൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? എനിക്കൊരു ക്ലാസ് ഓറിയന്റേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, മിഡിൽ ക്ലാസ് ആണ്. അങ്ങനെ പിന്നെ എനിക്ക് എന്തെങ്കിലും ഫിസിക്കൽ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ, ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ
അതെന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഓക്കെ, അതൊരു ഐഡന്റിറ്റിയാണ്. ഓക്കെ, ഇനി ഞാൻ പെർട്ടിക്കുലർ കാസ്റ്റ് ഫ്രെയിം, ഇപ്പം ക്രിസ്ത്യനിൽ തന്നെ പല പല എന്താണ് സഭകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഒരു ഐഡന്റിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ്. പിന്നെ എത്നിസിറ്റി, ഞാൻ ഇപ്പൊ കേരളൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ലാംഗ്വേജ്, മലയാളമാണ് മദർ ടങ്. ഇതെല്ലാം എന്താണ് നമ്മുടെ ഐഡന്റിറ്റീസ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ ഫോർമേറ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് ആണ് ബേസിക്കലി ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അത് ചിലപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡന്റിറ്റികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെയുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സോ പൊളിറ്റിക്കൽ അസോസിയേഷൻസോ ഒക്കെ പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡിസ്കസ് കാര്യങ്ങൾ മനസ്സിലാവും. ലിബറൽ തിയറി ഓഫ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ലിബറൽ അപ്രോച്ച് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് റെക്കഗ്നിഷൻ. അപ്പൊ എന്താണ് ലിബറൽ തിയറി? കൂടുതൽ എന്താണ് ഈ പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, പക്ഷെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനാണ് കുറച്ചും കൂടി നോക്കുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ ഇൻഡിവിജ്വലിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ട് റൈറ്റ്സ് ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലാതെ കാസ്റ്റ്, ജെൻഡർ, റിലിജൻ, എത്നിസിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ലിബറൽ തിയറിയിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പം ഇന്ത്യൻ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ലിബറൽ തിയറിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കാസ്റ്റ് ഒന്നും നോക്കണ്ട എന്നൊക്കെ നമുക്ക് ചുമ്മാ പറയാം, കാസ്റ്റ് ജെൻഡർ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇന്ത്യൻ മാത്രമല്ല, കാരണം എന്താണ് കാസ്റ്റ് ജെൻഡർ ഒക്കെ ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ പ്രൊആക്റ്റീവായിട്ട് റിപ്രസീവ് സാധനങ്ങൾ അടിച്ചു വിടുമ്പോൾ അതൊന്നും നോക്കണ്ട, ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ട് റൈറ്റ്സ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഇക്വാലിറ്റി അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഇക്വിറ്റിയാണ്. ഓക്കെ, ഇക്വിറ്റിയാണ്. അതായത് എന്നെയും ഒരു ജന്മന ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെയും ഒരേ കണക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരേ കണക്ക് ട്രീറ്റ് ചെയ്യരുത്. ഓക്കെ, കണ്ടറിഞ്ഞുള്ള മെഷേഴ്സ് ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അല്ലാതെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഒരേ കണക്ക് റൈറ്റ്സ് കൊടുക്കുക, റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ, സെക്സ്, കാസ്റ്റ്, ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് നടപടിയാണെന്ന് കാര്യമില്ല. സ്റ്റേറ്റ് ഷുഡ് പ്രൊട്ടക്ട് മൈനോറിറ്റി റൈറ്റ്. സ്റ്റേറ്റിന് എന്തിന്റെ ഉത്തരവാദിത്തം ഉണ്ട്? മൈനോറിറ്റികളെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് ലിബറൽ തിയറി പറയുന്നു. റെക്കഗ്നിഷൻ ഓഫ് ദർ നീഡ്സ്. അതെ, റെക്കഗ്നിഷൻ ഓഫ് ദർ നീഡ്സ്. ഓക്കെ, ആൾക്കാരുടെ നീഡ്സ് കണ്ടറിഞ്ഞ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്ത റെക്കഗ്നിഷൻ സൊസൈറ്റീസ്. ഐഡന്റിറ്റി ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കഗ്നിഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, കാരണം എന്താണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാർ. കാരണം ഐഡന്റിറ്റി പൊളിറ്റിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ രീതിയിൽ മൈനോറിറ്റീസ് ആയിരിക്കും ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഡെമോക്രസി ആയിക്കോട്ടെ, ലോകത്തിലെ ഏത് ആയിക്കോട്ടെ, എന്താണ് ഈ പറയുന്ന മെജോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ പോളിസീസ് ആയിരിക്കും ഈ ഉണ്ടാവുക, മെജോറിറ്റി സപ്പോർട്ട് ചെയ്ത കൂടുതൽ ഉണ്ടാവുക. അപ്പൊ മൈനോറിറ്റീസിനെ എന്ത് ചെയ്യപ്പെടും? ആ സമയത്ത് തഴയപ്പെടാം. ഓക്കെ, അപ്പം മൈനോറിറ്റീസ് ആയിരിക്കും കൂടുതൽ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് സ്ട്രീമിലേക്ക്. ഇപ്പൊ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പ്ലെയർ ആരാണ്? മുസ്ലിം ലീഗാണ്. ഓക്കെ, മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പ്ലെയർ എന്ന് പറയുന്നത്. കാരണം പൊളിറ്റിക്കലി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഏറ്റവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സഭകളുണ്ട്, പിന്നെ ഹിന്ദു ഓർഗനൈസേഷൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും, കാരണം അതുകൊണ്ടാണ് അവർ ഇത്രയും പൊളിറ്റിക്കലി പ്രൊആക്റ്റീവായിട്ട് നിൽക്കുന്നത്, ഇത്രയും പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് നിന്നാണ് ജോൺ ലോക്ക്, ജോൺ സ്റ്റുവർട്ട് മിൽ, ചാൾസ് ടൈലർ. അപ്പൊ ചാൾസ് ടൈലറിന്റെ പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ട്. ഓക്കെ, ചാൾസ് ടൈലറിന്റെ പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ഐഡിയ ട്രെയിലർ എന്താണ് പറയുന്നത്? സോഷ്യൽ റെക്കഗ്നിഷൻ വേണം. ഓക്കെ, അതായത് സൊസൈറ്റി ഈ പറയുന്ന രീതിയിൽ അയാളുടെ ഐഡന്റിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യണം. അല്ലാതെ ചെയ്യാതിരുന്നു കൊണ്ട് പോലെ ഓപ്പറേഷൻ എല്ലാവരും തുടങ്ങി കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമില്ല. ഓക്കെ, ഈ പറയുന്ന കൾച്ചറൽ ഫ്രെയിംവർക്കിൽ എന്തുണ്ട്? ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ഈ പറയുന്ന കുറെ കാസ്റ്റ്, റിലീജിയൻ സാധനങ്ങളുടെ ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പം ഇതെല്ലാം മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താണ് അത് നടപടിയാവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, അതായത് ഇവര് മൈനോറിറ്റി ആണ്, ഇവരുടെ ഐഡന്റിറ്റി, അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നീഷൻ ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ. ഓക്കെ, അപ്പം ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റി എന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ ജനിച്ചു വളർന്ന ചിലപ്പം ഡിസ്പ്ലേസ്ഡ് ആവാതെ ജനിച്ചു വളർന്ന ഇപ്പോഴും ഈ പറയുന്ന കസ്റ്റമറി പ്രാക്ടീസസ് ഒക്കെ നടത്തുന്ന കുറച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കർഷകരാവാം, ട്രൈബൽസ് ആവാം, ആരും ആവാം. ഓക്കെ, അപ്പൊ അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് വേണ്ട നീഡ്സ് കൊടുക്കുക. LGBTQ റൈറ്റ്, ഈ പറയുന്ന രീതിയിൽ പെടുന്ന ആൾക്കാരുണ്ട്, ഡൈവേഴ്സിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് സൊസൈറ്റിയിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് LGBTQ ആൾക്കാർ. കാരണം
സെക്സ് വർക്കേഴ്സിനെ നമ്മൾ ഭയങ്കര ഇതായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ അതേസമയം തന്നെ വേറൊരു ചോദ്യം നമ്മൾ സൊസൈറ്റിയിൽ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റിനോട് ചോദിക്കേണ്ടത്, ഈ പറയുന്ന സെക്സ് വർക്കേഴ്സ് ഈ പറയുന്ന തൊഴിലേക്ക് ഇറങ്ങാതിരിക്കാൻ സ്റ്റേറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നതാണ്. ഓക്കെ, സ്റ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് സിവിൽ സൊസൈറ്റി അവർക്ക് ജോലിയും കൊടുക്കില്ല. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും ജീവിക്കാൻ? അവർ ഈ പറയുന്ന കാലാകാലങ്ങളായിട്ട് ഇവർക്ക് മുന്നിൽ ആൾക്കാരും ചെയ്തു പോകും. അല്ലെങ്കിൽ ഇതിനെ എന്താണ്, അപ്പം LGBTQ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? LGBTQ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ട്രാൻസിന്റെ റൈറ്റ്സ് ആണ് പറഞ്ഞത്. അതായത് LGBTQ ഇപ്പൊ ജെൻഡർ പെർസ്പെക്റ്റീവ് വരുന്ന റൈറ്റ്സും എന്താണ്, അതും ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ മൈനോറിറ്റി ലാംഗ്വേജ് റൈറ്റ്സ്, അസർട്ടിംഗ് ദ സെക്ഷുവാലിറ്റി. അതെ, ഓക്കെ. മൈനോറിറ്റി ലാംഗ്വേജ് റൈറ്റിന്റെ കാര്യം എന്താണെന്ന് അറിയാലോ. അതായത് ഇപ്പം ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എവിടെ നിലനിൽക്കുന്നുണ്ട്? ഇന്ത്യയിൽ കാര്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അതിനെതിരെ ഏറ്റവും വലിയ സമരം നടക്കുന്നത് കേരളത്തിൽ കൂടെയല്ല, തമിഴ്നാട്ടിലാണ്. ഓക്കെ, അതായത് അതിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്താണ്? തായ് മൊഴി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മദർ ലാംഗ്വേജ്. തമിഴിൽ നിന്നാണ്. നമ്മുടെ ഇപ്പൊ മലയാളം ആണെങ്കിലും കുറെ കന്നഡ ആണെങ്കിലും ഇതെല്ലാം വരുന്നത് തമിഴിൽ നിന്നാണ്. അപ്പം തമിഴർക്ക് എന്താണ്, ഈ തമിഴ് എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര സാധനമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലൊക്കെ ഹിന്ദി ഇമ്പോസിഷൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെല്ലാം നടക്കുന്നുണ്ട്, ദ്രവീഡിയൻ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട്. ദ്രവീഡിയൻ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഭീകരമായ ഒരു ഇമോഷണൽ സാധനം അവർക്ക് ഈ തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ പുറത്തുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് തമിഴ് മാത്രമല്ല, ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഹിന്ദി ഇമ്പോസിഷന്റെ പേരിൽ ഇപ്പം കന്നഡയിലൊക്കെ വേറെ രീതിയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. കന്നഡ ഇമ്പോസിഷൻ നടക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് ബോർഡുകൾ മാറ്റി കന്നഡ വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഇമ്പോസിഷൻ നടക്കുന്നു. അപ്പൊ അതൊക്കെ അതും പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ എന്താണ്, മൈനോറിറ്റി ലാംഗ്വേജ് പ്രൊട്ടക്ട് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ പ്രൊട്ടക്ഷനും കൂടിയാണ്. ഓക്കെ, Marxist approach mainly focus on class identity, economic exploitation. Okay, ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, എന്താണ് ഈ പറയുന്ന രീതിയിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ പ്യുവർ വർക്കിംഗ് ക്ലാസ് ഉണ്ടാവും, പെസൻസ് ഉണ്ടാവും, ഓക്കെ, അഗ്രേരിയൻസ് ഉണ്ടാവും, വർക്കിംഗ് ക്ലാസ് ഉണ്ടാവും, ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ മാർക്സിസത്തിൽ ഐഡന്റിറ്റി. സാധനങ്ങളുടെ ഫ്രെയിംവർക്ക് നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം എവിടെയൊക്കെ വന്നാലും ഇന്ത്യയിൽ വരില്ല എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ പ്ലേ ആവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യടുത്തോളം ഐഡന്റിറ്റി പൊളിറ്റിക്സ് പ്ലേ ആവുന്ന വേറെ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, വേറെ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കെട്ടിപിടിഞ്ഞ് നടക്കുന്ന ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ടാണ് മാർക്സിസം ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇസ് ദ റൂട്ട് ഓഫ് ഒപ്രഷൻ. അപ്പൊ എന്താണ് ഒപ്രഷന്റെ ബേസ് എന്താണ്? എക്കണോമിക് ഇൻഇക്വാലിറ്റി ആണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത്. ഐഡന്റിറ്റി ഡിവിഷൻസ് ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവരെ ഡിവൈഡ്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ഡിവിഷൻ ആണ്. അതെ, ഡിവിഷൻ ഓഫ് ലേബർ ആണ് ബേസിക്കലി. ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബർ ആണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ലേറ്റർ ഐഡിയ ആണ് ഈ പറയുന്ന പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഒക്കെ പറയുന്ന ലേറ്റർ ഐഡിയ ആണ്. ഡിവിഷൻ ഓഫ് ലേബർ ആണ്. അതായത് ഇന്ന ആൾക്കാർ ഇന്ന ജോലി ചെയ്താൽ മതി. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചണ്ടാളന്മാരൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബർ. അപ്പം സോക്കോൾഡ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ദളിതന്മാര്. ഓക്കെ, അപ്പൊ ചണ്ടാളന്മാരെന്നൊക്കെ പറയുന്നത് അതും ഈ പറയുന്ന എന്താണ് കുറെ ഈ പറയുന്ന എന്താണ് കച്ചവടം ചെയ്യാൻ ഒരാൾക്കാർ, യുദ്ധം ചെയ്യാനുള്ള ആൾക്കാർ, വാറിയർ ക്ലാസ് അങ്ങനെ പറഞ്ഞ് തിരിച്ച് റിലീജിയസ് സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ ബ്രാഹ്മണന്മാര്, അങ്ങനെ പറഞ്ഞ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ആണ് ബേസിക്കലി കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് എക്കണോമിക്സ് ആണ് ഇതിന്റെ എല്ലാം ബേസിസ്. ഓക്കെ, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എക്കണോമിക്സ് ആണ് ഇതിന്റെ ബേസിക്സ്. കാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ ഡിവൈഡ് ചെയ്ത് ഇതിനെ ജോലികൾ ആൾക്കാർ ചെയ്യാൻ വേണ്ടി ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. ഒരു തരത്തിൽ കറക്റ്റാണ്. പിന്നെ മാർക്സിന്റെ ക്രിറ്റിസിസം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ജെൻഡർ ഐഡന്റിറ്റി, കാസ്റ്റിന്റെ ഒരു ഫ്രെയിം വർക്ക്, കാസ്റ്റ് ഓപ്പറേഷനും ജെൻഡർ ഐഡന്റിറ്റി ഒന്നും മാർക്സ് കണക്കിലെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഭയങ്കരമായ പ്രൊഡക്ഷൻ സാധനങ്ങൾ ഒരു വലിയൊരു മുതലാളിയാണെന്നൊക്കെ വെച്ചോ. എന്നാലും ഈ പറയുന്ന ആളൊരു ദളിതനാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന വേറെ തരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റിപ്രഷൻസ് ഉണ്ടാകാം സമൂഹത്തിൽ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിലേക്ക് പല ആൾക്കാരും കഴിയില്ല. ഓക്കെ, അങ്ങനത്തെ ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റം ആണ് ഇന്ത്യയിലുള്ളത്.
റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചോ സെക്ഷുവാലിറ്റിയെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഫെമിനിസ്റ്റ് തിയറി സ്റ്റഡീസ് പൊളിറ്റിക്സ് ത്രൂ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് പാട്രിയാർക്കി. ഇനി ഇത് പറയാം. ഫെമിനിസ്റ്റ് തിയറി എന്താണ് ഈ പറയുന്നതിൽ? ജെൻഡർ ഇൻഇക്വാലിറ്റി, പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മൂന്ന് ഹിസ്റ്റോറിക്കലി ഫേസ് ഡിസ്ക്രിമിനേഷൻ ഇൻ പൊളിറ്റിക്സ്, എക്കോണമി, ഫാമിലി ആൻഡ് കൾച്ചർ. നമുക്കെല്ലാം എന്താണ് ഈ പറയുന്ന ഹിസ്റ്റോറിക്കലി എന്താണ്? സ്ത്രീകളാണ്. ഇപ്പം ഹിസ്റ്റോറിക്കലി നമ്മൾ ഒരു യുദ്ധം എടുത്തോട്ടെ, ഒരു ജനസൈഡ് എടുത്തോട്ടെ, എന്തും എടുത്തോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രീതിയിൽ എന്തും എടുത്തോട്ടെ, എന്താണ് ഈ പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ പ്രശ്നം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ റിപ്രഷൻ അനുഭവിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഓക്കെ, സ്ത്രീകളാണ്. ഇപ്പം എന്താണ് പിന്നെ പല യുദ്ധങ്ങളിലും അത് ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. ജനസൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ മാസ് റേപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, മാസായിട്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആയുധമാണ്. ഓക്കെ, ഈ അപ്പുറത്തെ വിക്ടിമൈസേഷൻ, ഓക്കെ, ഒരു ആയുധമാണ് മാസ് റേപ്പ് എന്ന് പറയുന്നത്. കാരണം സ്ത്രീകളെ ഇന്നും ആൾക്കാർ സൊസൈറ്റിയിൽ കാണുന്നത് ഒരു കുടുംബത്തിന്റെ എന്താണ് ഈ പറയുന്ന സോക്കോൾഡ് അന്തസ്, പ്രസ്റ്റീജ് ഒക്കെ ആയിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അപ്പം സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അവരെ ഈ പറയുന്ന രീതിയിൽ മാനഹാനി ചെയ്യുക എന്ന് പറയുന്നത് ഇന്നും എന്താണ് സൊസൈറ്റി പറയുന്ന രീതിയിൽ കുടുംബത്തിന്റെ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ പറയുന്ന രീതിയിൽ മൊറേല് തകർക്കാൻ കഴിയും എന്നൊരു ഐഡിയ ആണ് വെച്ചുപെടുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്നും പറയുന്ന രീതിയിൽ വിക്ടിമൈസ്ഡ് ആയി പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഒരു ഫിസിക്കൽ സാധനങ്ങളുടെ പുറത്ത് സ്ത്രീകളെ എന്താണ് ഈ പറയുന്നത് റിപ്രസ് ചെയ്താണ് വെച്ചേക്കുന്നത്. സൊസൈറ്റി ഈസ് പാട്രിയാർക്കൽ ആൻഡ് മെയിൽ ഡോമിനേറ്റഡ്. സൊസൈറ്റി എന്താണ്? പാട്രിയാർക്കലാണ്, മെയിൽ ഡോമിനേറ്റഡ് ആണ്. ജെൻഡർ ഐഡന്റിറ്റി ഷേപ്സ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ്. ജെൻഡർ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് ജെൻഡറിലാണോ പെടുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളിപ്പം ഒരു സ്ത്രീക്ക് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ നോളജ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്കിരുന്ന് കമന്റ് അടിക്കാം. എന്തുകൊണ്ട് കുറവാകുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല? ഓക്കെ, സ്പേസ് കിട്ടുന്നില്ല, അതാണ് ഇതിനകത്ത് സ്ത്രീകൾക്ക് തന്നെ കിട്ടുന്നില്ല. അപ്പം നമ്മൾ LGBTQ ആൾക്കാരുടെ കാര്യം പറയുന്നത്, ബാക്കിയുള്ള ഈ പറയുന്ന സെക്ഷൽ ഓറിയന്റേഷൻസിൽ വരുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ സൈമൺ ഡി ബൂവറും ബെറ്റി ഫ്രൈഡനും ഒക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇതിന്റെയൊക്കെ മെയിൻ തിങ്കേഴ്സ് ആണ്. ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ പെർഫോമറ്റിവിറ്റി. ബട്ട്ലർ ആർഗ്യൂഡ് ജെൻഡർ ഇസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് rather than naturally. അപ്പൊ ജെൻഡർ എന്താണ്? സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടൊരു സാധനമാണ് ജെൻഡർ എന്നാണ് ആര് പറയുന്നത്? ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. ഓക്കെ, അത് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് പുറമെ നാച്ചുറലി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് സാധനമാണ് ജെൻഡർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ LGBTQ മൂവ്മെന്റ്സ് പറയുന്നുണ്ട്, വുമൻസ് റിസർവേഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്, ഫെമിനിസ്റ്റ് ക്യാമ്പയിൻസ് അഗൈൻസ്റ്റ് പാട്രിയാർക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് പോസ്റ്റ് മോഡേൺ തിയറി. പോസ്റ്റ് മോഡേൺ ഫിക്സഡ് ആൻഡ് യൂണിവേഴ്സൽ ഐഡന്റിറ്റി. അപ്പൊ പോസ്റ്റ് മോഡേൺ ഐഡിയ എന്താണെന്ന് അറിയായിരിക്കും. അതായത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഓക്കെ, യൂണിവേഴ്സൽ എല്ലാം കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് പറയുന്ന ഐഡിയ ആണ് പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്നത്. സോ ഐഡന്റിറ്റി ഈസ് ഫ്ലൂയിഡ്, ചേഞ്ചിങ് ആൻഡ് സോഷ്യലി അവരെന്താണ് പറയുന്നത്? ഐഡന്റിറ്റി എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഒരു സാധനമാണ്. ഓക്കെ, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഒരു സാധനമാണ്, സൊസൈറ്റി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. പവർ ആണ് ഐഡന്റിറ്റീസിനെ ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, അധികാരമുള്ളത് ആരാണോ അല്ലെങ്കിൽ പവർ ഉള്ളത് ആരാണോ, ശക്തി കേന്ദ്രം ആരാണോ, അവരാണ് ഐഡന്റിറ്റി ഫോർമേറ്റ്. യൂണിവേഴ്സൽ ഐഡന്റിറ്റി എന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്തും ഇല്ല, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഐഡന്റിറ്റിയും ഇല്ല. ഓക്കെ, അത് ഈ പറയുന്ന രീതിയിൽ ജോഗ്രഫി അനുസരിച്ചോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്ട്രക്ചർ അനുസരിച്ചോ ഈ പറയുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കാം. മൈക്കൽ ഫക്കോൾട്ടും ജാക്കബ് ഡെറിഡയൊക്കെയാണ് മെയിൻ തിങ്കേഴ്സ്. ഫക്കോൾട്ട് പറഞ്ഞാണ്, ഫക്കോൾട്ട് എക്സ്പ്ലെയിൻ ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സ്കൂൾ, പ്രിസൺ, റിലീജിയൻ ആൻഡ് മീഡിയ ക്രിയേറ്റ്സ് ഐഡന്റിറ്റീസ് ത്രൂ പവർ ആൻഡ് ഡിസ്കോഴ്സ്. അപ്പം ഫക്കോൾട്ട് എങ്ങനെയാണ് പറഞ്ഞത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഈ പറയുന്ന ഐഡന്റിറ്റി ഫോർമേഷൻ നടത്തുന്നു. ഓക്കെ, സ്കൂളിൽ നിന്ന്, പറയുന്ന പ്രിസൻസിൽ നിന്ന്, റിലീജിയൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, മീഡിയാസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഐഡന്റിറ്റീസിനെ ഈ പറയുന്ന രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ പവർ ആൻഡ് ഡിസ്കോഴ്സ്. ഈ പറയുന്ന രീതിയിൽ അതോറിറ്റിയിലൂടെ, അത് കണക്ക് തന്നെ ഡിസ്കോഴ്സിലൂടെ, ഓക്കെ, ചർച്ചകളിലൂടെ, ഈ പറഞ്ഞ ഡിസ്കഷൻ ആൻഡ് ഡിസ്കോഴ്സിലൂടെ, ചർച്ചകളിലൂടെ, ഡിബേറ്റ്സിലൂടെ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഫോർമുലേഷൻ നടക്കുന്നു. ജെൻഡർ നോംസ് കൊണ്ടുവരുന്ന, റിലീജിയസ് ഐഡന്റിറ്റി, സോഷ്യൽ ലേബൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റേറിയൻ തിയറി. കമ്മ്യൂണിറ്റേറിയൻ തിങ്കേഴ്സ് എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ഓവർ എക്സസീവ് ഇൻഡിവിജ്വലിസം. ഓക്കെ, കമ്മ്യൂണിറ്റേറിയൻസ് എന്താണ് പറയുന്നത്? ഈ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിക്ക് പുറത്ത് എന്താണ് കമ്മ്യൂണിറ്റിക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽസിനല്ല.
Individuals are shaped by their community, culture and tradition. Individual shared values and culture unity are important for social unity. ഇപ്പൊ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നും സാധനങ്ങളിൽ നിന്നും എല്ലാം പല ഐഡിയ കിട്ടിയിട്ട് അവർ ഇൻഡിവിജ്വൽ ഒരു ഐഡിയ ഫോർമേഷൻ നടത്തുന്നത്, ഒരു കളക്റ്റീവ് കമ്മ്യൂണിറ്റി ഐഡിയ ഫോർമേഷൻ നടത്തുന്നത് ഇൻഡിവിജ്വൽ ഒരു ഐഡിയ ഫോർമേഷൻ ആണ് നടത്തുന്നത്. അപ്പം കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസ് അല്ല കമ്മ്യൂണിറ്റിക്കാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയാണ് മൾട്ടി കൾച്ചറിസം. Support the coexistence and recognition of diverse identities within a state. Okay, മൾട്ടികൾച്ചറലിസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള എന്താണ്, അതായത് ഇപ്പം ഇന്ത്യ ഒരു മൾട്ടി കൾച്ചറൽ നേഷൻ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ കൾച്ചറിൽ പെടുന്ന അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെയും എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ കൾച്ചറൽ ഗ്രൂപ്പ്സിനും ഈക്വൽ റെസ്പെക്ട് കൊടുക്കണം, മൈനോറിറ്റിയുടെ കൾച്ചറൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ ഇമ്പോർട്ടൻറ്റ് നിങ്ങേഴ്സ് ആണ് വിൽ കിംലിക്കെയും ബിക്കു പാരിക്. എനിക്കൊന്ന് ബിക്കു പാരിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, മൈനോറിറ്റി ലാംഗ്വേജ് റൈറ്റ്സ്, കൾച്ചറൽ ഓട്ടോണമി, റിസർവേഷൻ പോളിസീസ്, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, മൾട്ടി കൾച്ചർ എന്താണ്, റിസർവേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ എന്താണ് നമ്മൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് റിസർവേഷൻ എന്ന് പറയുന്ന കാര്യം. പലർക്കും റിസർവേഷനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും, റിസർവേഷൻ വേണ്ടെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ റിസർവേഷൻ ആവശ്യമാണ്. ഓക്കെ, കാരണം കാസ്റ്റ് എന്ന് പറയുന്ന കാലം എന്താണ്, റിസർവേഷൻ ആവശ്യമാണ്. റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം അല്ല. ഓക്കെ, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ല റിസർവേഷൻ എന്ന് പറയുന്നത്. റിസർവേഷൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഈ പറയുന്ന രീതിയിൽ റിപ്രഷൻ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു കൈത്താങ്ങാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം റിസർവേഷനെ കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. ഓക്കെ, റിസർവേഷൻ എടുത്ത് കാണണമെന്നൊക്കെ പറയുന്നത് അത് ഈ പറയുന്ന രീതിയിൽ കേരളം പോലെയുള്ള ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന റിസർവേഷൻ എടുത്ത് കളയണം എന്ന് പറയുന്നത്. റിസർവേഷൻ എടുത്ത് കളയണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ അപ്പർ കാസ്റ്റ് ആൾക്കാരുമാണ്. ഓക്കെ, നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സേഫ് ബബിൾ നിൽക്കുന്നതുകൊണ്ടാണ് കാസ്റ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ നേരിട്ട് കണ്ട് ഫീൽഡ് വർക്ക് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം സോൾട്ട് ഫീൽഡുകൾ, ഓക്കെ, ഉപ്പ് പാടത്തിലൊക്കെ പോയി കണ്ട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. അത് ഇന്ത്യ ഉള്ളിടത്തോളം കാലം, മനുഷ്യരുള്ളിടത്തോളം കാലം ഇന്ത്യയിൽ കാസ്റ്റും ഉണ്ടാവും. ഓക്കെ, കാസ്റ്റും ഉണ്ടാവും. നമുക്കത് എടുത്ത് കളയാന്ന് പറയുന്നത് ഇനി അത് നടപടിയാവുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എത്രത്തോളം നമുക്ക് ഈ പറയുന്ന രീതിയിൽ പോളിസീസിലൂടെ ഈ പറയുന്ന ആൾക്കാർ റിസർവേഷൻ പോലുള്ള പോളിസീസിലൂടെ അല്ലെങ്കിൽ ഇവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പോളിസീസിലൂടെ എടുത്ത് മാറ്റാൻ മാത്രമേ പറ്റത്തുള്ളൂ. റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ നീഡാണ്. ഓക്കെ, റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ്, പിന്നെ വേറൊരു പോയിന്റ് ആണ്, റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് ജാതിയുടെ പേരിൽ ആൾക്കാർ തിരിഞ്ഞത്. റിസർവേഷൻ ഉള്ളത് കൊണ്ടൊന്നുമല്ല ജാതിയുടെ പേരിൽ ആൾക്കാർ തിരിഞ്ഞത്. അത് ജാതി ഉണ്ട്. ഇപ്പൊ റിസർവേഷൻ ഉണ്ടായിട്ട് കൂടി തന്നെ ഈ SC/ST സീറ്റുകളൊന്നും ഫില്ല് ആവാറില്ല. ഇപ്പം നിങ്ങൾ ഓരോ ക്യാമ്പസുകൾ എടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കി കഴിഞ്ഞാൽ SC/STകൾക്ക് ഇത്ര കോട്ട കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിസർവേഷൻ എല്ലാ മേഖലയിലുള്ള കാര്യമാണല്ലോ. ഈ പറയുന്ന SC/ST സീറ്റുകളൊന്നും ഫില്ല് ആവാറ് കൂടിയില്ല. ഓക്കെ, SC/ST സീറ്റുകൾ മുക്കാലും ഇന്ന് ഫില്ല് ആകാറില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിസർവേഷൻ ഉണ്ടായിട്ട് കൂടി ഈ പറയുന്ന രീതിയിൽ താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ സോഷ്യലി ഈ പറയുന്ന ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്നും വിദ്യാഭ്യാസ രംഗത്തിലേക്കോ അധികാര പൊസിഷനിലേക്കോ എത്തുന്നില്ല. ഇനി നേരെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈ പറയുന്ന സോ കോൾഡ് IAS, ഈ പറയുന്ന സിവിൽ സർവൻസ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഉണ്ടല്ലോ. ഈ സിവിൽ സർവൻസ് എന്ന് പറഞ്ഞ ഡിവിഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസിലേക്ക് വരുന്ന 90% ആൾക്കാരും ഈ പറയുന്ന എന്താണ്, അപ്പർ ക്ലാസ്സുകാരാണ്. ഓക്കെ, വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സിവിൽ സർവൻസ് ആയിട്ട് ഈ പറയുന്ന എന്താണ് കോട്ടയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ അധികാര പൊസിഷനിലേക്കോ അല്ലെങ്കിൽ പറയുന്ന പവർ പൊസിഷൻസിലേക്കോ വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, റിസർവേഷൻ കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ റിസർവേഷൻ കൂടെ എടുത്തു കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദളിത് ആൻഡ് സബോൾട്ടൺ തിയറി. ദിസ് തിയറി ഫോക്കസ് കാസ്റ്റ് ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. ഈ സബാൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ് സബാൾട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ, അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സിസ്റ്റത്തിലെ എല്ലാ ഈ പറയുന്ന ബേസിക് ഫെസിലിറ്റീസിനെല്ലാം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണ്. മെയിൻ ഐഡിയാസ്: ഡോമിനന്റ് ഗ്രൂപ്പ് സപ്രസ് ലോവർ കാസ്റ്റ് വോയിസസ്, ആന്റി പൊളിറ്റിക്സ് ബിക്കം എ ടൂൾ ഫോർ ഡിഗ്നിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ, സോഷ്യൽ ജസ്റ്റിസ് റിക്വയർസ് പൊളിറ്റിക്കൽ എംപവർമെന്റ്. എന്താണ് ഡോമിനന്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോവർ കാസ്റ്റിന്റെ വോയിസ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ബിക്കം എ ടൂൾ ഫോർ ഡിഗ്നിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ. പക്ഷേ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ദളിത് ഐഡന്റിറ്റി ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പം നമ്മൾ ക്യാമ്പസുകളൊക്കെ നോക്കുകയാണെങ്കിൽ അംബേദ്കർ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, ദളിതിന് വേണ്ടി ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ദളിത് പൊളിറ്റിക്സ് ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം പാർട്ടി വിടുതലൈ, അപ്പം ഇവരെന്നൊക്കെ പറഞ്ഞ തമിഴ്നാട്ടിൽ എന്താണ് ഈ പറഞ്ഞ ദളിത് പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇവർക്കൊക്കെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർ ഓർഗനൈസ്ഡ് ആയി തുടങ്ങിയപ്പോൾ, ആൾക്കാർ ഈ പറയുന്ന കളക്റ്റീവ് സാധനങ്ങൾ പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ഈ പറയുന്നത് ഒരു ഡിഗ്നിറ്റി, അന്തസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് റെപ്രസെന്റേഷൻ വേണം, ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള തോന്നൽ വന്നു തുടങ്ങിയത്. ഓക്കെ,
കേരളത്തിലേക്ക് പറഞ്ഞാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഐഡന്റി ഫോർമുലേഷൻ ആയിരുന്നു അല്ലെ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെസൻസ്, ദളിതന്മാരായിട്ടുള്ള ആൾക്കാര്, ഇവരെ എല്ലാം വർക്കിംഗ് ക്ലാസ്സിനൊക്കെ എന്ത് ചെയ്തു, ഇവര് ഓർഗനൈസ് ചെയ്തു. ഓക്കെ, ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അയ്യങ്കാളി ആയിക്കോട്ടെ, ഓക്കെ അയ്യങ്കാളി കൃഷ്ണപിള്ള ആയിക്കോട്ടെ, അയ്യങ്കാളി ആയിക്കോട്ടെ, എന്ത് ചെയ്തു, ആൾക്കാർ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനെ ഓർഗനൈസ് ചെയ്തു. ഓക്കെ, അതും ഈ പറയുന്ന ഐഡന്റി പൊളിറ്റിക്സ് തന്നെയാണ്. സോഷ്യൽ ജസ്റ്റിസ് റിക്വയർസ് പൊളിറ്റിക്കൽ എംപവർമെന്റ്. സോഷ്യൽ ജസ്റ്റിസ് എന്ത് വേണം? പൊളിറ്റിക്കൽ എംപവർമെന്റ് വേണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് വേണം, പൊളിറ്റിക്കലി ഓർഗനൈസ് ആവും. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അല്ലാതെ ഒരു ലോകത്തിലുള്ള മുതലാളിമാരും അല്ലെങ്കിൽ ഒരു പറഞ്ഞ പവർ ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്കാരും എന്ത് ചെയ്തില്ല, അവർ ഈ അപ്പകഷ്ണം നമുക്ക് ഇട്ട് തരില്ല. നമ്മൾ ചോദിച്ചു വാങ്ങിയാൽ മാത്രമേ ആ അപ്പകഷ്ണം നമുക്ക് കിട്ടൂ എന്നാണ് ബേസിക് ഐഡിയ. ഓക്കെ, ഇപ്പം ബി ആർ അംബേദ്കറും രൺജിത് ഗുഹയൊക്കെ ഇതിന്റെ ഇതാണ്. ബി ആർ അംബേദ്കർ ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം ഓഫ് സോഷ്യൽ ഓപ്പറേഷൻ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ. ബി ആർ അംബേദ്കറിന്റെ ഐഡിയ അറിയാലോ, കാസ്റ്റ് സിസ്റ്റം എന്താണ്? പൊളിറ്റിക്കൽ ഓപ്പറേഷൻ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷനുമാണ്. ഓക്കെ, സോഷ്യൽ ഓപ്പറേഷനും പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷനുമാണ്. അംബേദ്കർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാൻ ആകെ ഒരു വഴിയുള്ളൂ. അതെന്താണെന്ന് അറിയോ? കാസ്റ്റ് സിസ്റ്റം ഇല്ലാതാക്കാനാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അത് എന്ത് മുഖേനയാണെന്ന് അറിയോ? കാസ്റ്റ് സിസ്റ്റം ഒഴിവാക്കാൻ. അത് എന്തോ ഒരു സാധനം ഞാൻ നോക്കട്ടെ എന്താ പറയുന്നത്. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മൾ എന്താണ് പറഞ്ഞത്? മാരേജിലൂടെയാണ്. ഓക്കെ, മാരേജിലൂടെയാണ്. ഓക്കെ, മാരേജിലൂടെ മാത്രമാണ് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം നമുക്ക് ഇല്ലാതാക്കി കളയാൻ കഴിയും. ഓക്കെ, എന്ന് നമ്മൾ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്ന ഒരു എടുത്ത് തുടങ്ങുന്നു അന്ന് മാത്രമാണ് ചെയ്യാൻ കഴിയുക. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും നടക്കുന്നില്ല. നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറെ മാട്രിമോണിയാണ്. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കാസ്റ്റ് സിസ്റ്റത്തിനെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. ഓക്കെ, ethnic and nationalist theory. This theory explains political based on ethnicity, language, and national identity. Main areas shared culture, language, and history creates political unity. Okay. അപ്പം എന്താണ് എത്നിസിറ്റി, ലാംഗ്വേജ്, നാഷണൽ ഐഡന്റിറ്റി ആണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഐഡിയ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എത്നിക് നാഷണലിസ്റ്റ് തിയറി ആണ്. എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതായത് ഹിന്ദു ഒറിജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് പ്രൈമറി സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന നേഷൻ ഫസ്റ്റ് സാധനം കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ ആണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഐഡിയാസ് ആണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന റിലീജിയൻ ആണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഐഡന്റിറ്റീസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഐഡന്റിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെന്തല്ല, അവര് ഹിന്ദു ഒറിജിൻ അല്ല എന്നാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഐഡിയ പറയുന്നത്. അവർ സെക്കൻഡ് ക്ലാസ് ആയിട്ട് സിറ്റിസൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ് പറയുന്ന ബേസിക്കലി ഒരു എത്നിക് നാഷണലിസ്റ്റ് തിയറിയാണ്. പിന്നെ ഇതിനകത്ത് ഒരു നാഷണൽ ഐഡന്റിറ്റിയിലാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് എന്താണ്, ബെനഡിക്ട് ആൻഡേഴ്സണും ഏണസ് കിൽനറും ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആണ്. അതിനകത്ത് ബെനഡിക്ട് ആൻഡേഴ്സന്റെ ഇമാജിൻ കമ്മ്യൂണിറ്റീസും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതായത് പുള്ളിയുടെ പുസ്തകത്തിന്റെ ഇമാജിൻ കമ്മ്യൂണിറ്റീസ് ആണ്. പുള്ളി പറയുന്നത് നേഷൻസ് ആർ ഇമാജിൻ കമ്മ്യൂണിറ്റീസ് വെർ പീപ്പിൾ ഫീൽ കണക്റ്റഡ് പറഞ്ഞിരുന്നു. നേഷൻ എന്ന് പറയുന്നത് ബേസിക് അർത്ഥം തന്നെയാണ് ഇമാജിൻ കമ്മ്യൂണിറ്റീസ് കൊണ്ട് ബെനഡിക്ട് ആൻഡേഴ്സൺ ഉദ്ദേശിക്കുന്നത്. അതായത് ഇമാജിൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, ഒരു ഇമോഷണൽ എൻറ്റിറ്റിയാണ് നേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ എൻറ്റിറ്റിയാണ് നേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇപ്പം കേരളത്തിൽ നിൽക്കുന്ന ഒരാളും അങ്ങ് എന്താണ് ആസാമിൽ നിൽക്കുന്ന ഒരാൾക്കും എന്താണ് ഈ പറയുന്ന നേഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നേഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ ഉണ്ടാക്കുന്നത് എന്നാണ് ബെനഡിക്ട് ആൻഡേഴ്സൺ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലുള്ള ആളും കേരളത്തിൽ നിൽക്കുന്ന ആളും യൂറോപ്പിൽ ജോലി ചെയ്യുന്ന എന്താണ് ഇന്ത്യൻ നാഷണലായ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും എന്തുണ്ട്, അയാളും ഈ പറയുന്ന ഒരു ഇന്ത്യൻ നാഷണൽ ആണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആണ്. പക്ഷെ അത് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ആവുന്നത്? ഇന്ത്യയിൽ അല്ലല്ലോ, അയാൾ യൂറോപ്പിലല്ലോ. ആ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ എൻറ്റിറ്റി ആണ് നേഷൻ എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ബെനഡിക്ട് ആൻഡേഴ്സണും പറയുന്നത്. എന്താണ്, നേഷൻസ് ആർ ഇമാജിൻ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ് ഈ നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ നേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഇമാജിൻ കമ്മ്യൂണിറ്റീസ്. ബെനഡിക്ട് ആൻഡേഴ്സന്റെ പുസ്തകം ഇമാജിൻ കമ്മ്യൂണിറ്റീസ് ആണ്. പിന്നെയാണ് ഒരു
നല്ലൊരു ഐഡിയ ആണ് ഇന്റർസെക്ഷനാലിറ്റി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് കുറച്ച് പറഞ്ഞുതരാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് അപ്പം നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഇത് 4 പേജ്. ഓക്കെ, പഠിച്ച്